യൂറോപ്യൻ യൂണിയൻ ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. EU ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം EUVAP എന്ന പുതിയ സംവിധാനം അവതരിപ്പിക്കുന്നു. ഇത് വിസ എടുക്കാനുള്ള നടപടികൾ എളുപ്പമാക്കുമെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ സുരക്ഷിതവും വേഗത്തിലുമുള്ള ഒരു സംവിധാനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകമെമ്പാടുമുള്ള യാത്രക്കാർക്ക് ഇത് ഉപകാരപ്രദമാകും. എന്താണ് EUVAP? നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഷെങ്കൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞാലോ? കുറഞ്ഞ സമയം കൊണ്ട് രേഖകൾ അപ്ലോഡ് ചെയ്യാനും അപേക്ഷയുടെ പുരോഗതി തത്സമയം അറിയാനും സാധിച്ചാലോ? EUVAP ഇതാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഷെങ്കൻ വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കും. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അപേക്ഷിക്കാൻ എളുപ്പമുള്ളതാക്കും. അതായത് എല്ലാം ഓൺലൈനിലൂടെ നടക്കും. എവിടെ നിന്നും അപേക്ഷിക്കാൻ സാധിക്കും. രേഖകൾ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നു. ഈ മാറ്റം വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോഴത്തെ രീതിയിൽ കാലതാമസവും സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ യാത്രക്കാർ ഓൺലൈനായും നേരിട്ടും പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട രേഖകൾ നേരിട്ട് സമർപ്പിക്കേണ്ടിയും വരുന്നു. എന്നാൽ EUVAP വരുന്നതോടെ ഇതിനെല്ലാം മാറ്റം വരും. പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺലൈനിൽ രേഖകൾ അപ്ലോഡ് ചെയ്യാം. ഇനി പ്രിൻ്റ് എടുത്ത് മെയിൽ ചെയ്യേണ്ടതില്ല. തട്ടിപ്പ് കുറക്കാം. കൂടുതൽ സുരക്ഷാ സംവിധാനം ഉണ്ടാകും. പാസ്പോർട്ടുകളുമായി ബന്ധിപ്പിച്ച 2D ബാർകോഡുകൾ ഉണ്ടാകും. എങ്കിലും ചില കാര്യങ്ങൾ നേരിട്ട് ചെയ്യേണ്ടി വരും. വിരലടയാളം നൽകാനും രേഖകൾ ഉറപ്പുവരുത്താനും വിസ അപേക്ഷാ കേന്ദ്രങ്ങളിൽ പോകേണ്ടതായി വരും. EUVAP വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. EUVAP വരുന്നതോടെ വിസ അപേക്ഷാ രീതിയിൽ വലിയ പുരോഗതി ഉണ്ടാകും. യാത്രക്കാർക്ക് വിസ അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനിൽ സമർപ്പിക്കാം. കടലാസ് രേഖകളുടെ ആവശ്യമില്ല. രേഖകൾ സുരക്ഷിതമായ EU പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇത് തട്ടിപ്പും രേഖകൾ നഷ്ടപ്പെടുന്നതും ഒഴിവാക്കും. ഈ ഡിജിറ്റൽ സംവിധാനം കാലതാമസം കുറയ്ക്കും. അപേക്ഷകർക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. അപേക്ഷകർക്ക് അവരുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ തത്സമയം അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും, വിരലടയാളം ഇപ്പോഴും ആവശ്യമാണോ എന്ന്. ഉത്തരം ആവശ്യമാണ് എന്ന് തന്നെയാണ്. അപേക്ഷ ഓൺലൈനിലായാലും വിരലടയാളം നൽകേണ്ടി വരും. ആദ്യമായി അപേക്ഷിക്കുന്നവർ വിസ സെൻറ്ററിൽ പോയി വിരലടയാളം നൽകണം. വിരലടയാളം കാലാവധി കഴിഞ്ഞവർ വീണ്ടും നൽകണം. പുതിയ പാസ്പോർട്ട് എടുത്തവരും വിരലടയാളം നൽകേണ്ടതായി വരും. ഈ സംവിധാനം പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങിയാൽ വിസ ഡിജിറ്റലായി ലഭിക്കും. സ്റ്റിക്കറിന് പകരം ഷെങ്കൻ വിസകൾ പാസ്പോർട്ടുകളുമായി ബന്ധിപ്പിച്ച് 2D ബാർകോഡായി നൽകും. ഷെങ്കൻ വിസയുടെ മറ്റ് നിബന്ധനകളിൽ മാറ്റമില്ല. EUVAP വരുന്നതുകൊണ്ട് ഷെങ്കൻ വിസ കിട്ടാനുള്ള മറ്റ് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകില്ല. അപേക്ഷകർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഫീഷ്യൻ്റ് വാലിഡിറ്റിയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന രേഖകൾ വേണം. യാത്രാ വിവരങ്ങളും താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും വേണം. ഷെങ്കൻ പ്രദേശത്ത് യാത്ര ചെയ്യാനുള്ള ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. പുതിയ നിയമങ്ങളെക്കുറിച്ച് അതത് എംബസിയിൽ നിന്നോ വിസ അപേക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നോ അറിയുന്നത് നല്ലതാണ്. EUVAP 2028 പുറത്തിറക്കാനാണ് EU പദ്ധതിയിടുന്നത്. ഷെങ്കൻ രാജ്യങ്ങൾക്ക് ഈ പുതിയ രീതിയിലേക്ക് മാറാൻ സമയം അനുവദിക്കും. 2030 ഈ പ്ലാറ്റ്ഫോം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകും എന്ന് കരുതുന്നു. EUVAP ഷെങ്കൻ വിസ അപേക്ഷാ രീതിയെ ആധുനീകരിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ഡിജിറ്റൽ ആകുന്നതിലൂടെ EU ലക്ഷ്യമിടുന്നത് കൂടുതൽ വേഗത്തിലും സുരക്ഷിതത്തിലും ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം ഒരുക്കുക എന്നതാണ്. ഈ പ്ലാറ്റ്ഫോം പുറത്തിറങ്ങുന്നതോടെ അപേക്ഷകർക്ക് കുറഞ്ഞ കടലാസ് ജോലികളിലൂടെ കൂടുതൽ എളുപ്പത്തിലും വിസ ലഭിക്കാൻ സാധ്യമാകും.